ഈ ഫ്രീ സെക്സും അതുപോലെ തന്നെ മദ്യവും ഈ വ്യഭിചാരവും ഇതുപോലെയുള്ള അമിതമായ വിനോദങ്ങളും ലഹരികളുമാണ് ഇങ്ങനെ അസമാധാനമുള്ള ഒരു സമൂഹത്തെ സൃഷ്ടിച്ചത്. ഇപ്പോൾ സാമ്പത്തിക മാന്ദ്യത്തിന്റെ പേരിൽ 10-13ഓളം ബാങ്കുകൾ ഇവിടെ തകർന്ന് തരിപ്പണമായപ്പോ ആളുകൾ ആകെ ബുദ്ധിമുട്ടിലാണ്. 70കൾക്ക് ശേഷം അമേരിക്കയിൽ ശക്തിപ്പെട്ടു എന്തെങ്കിലും ഒരു ശക്തിയിൽ വിശ്വസിച്ചേ പറ്റുള്ളൂ, ഒരു ആത്മീയമായ അവസ്ഥയിലേക്ക് മടങ്ങിയേ പറ്റൂ എന്ന് അവർ ചിന്തിക്കാൻ തുടങ്ങി. എന്താ കാരണം എന്നറിയാം? സമാധാനം കിട്ടണില്ല. ഏതുപോലെ ജലാംശം ശരീരത്തിൽ നിന്ന് നഷ്ടപ്പെട്ട് മരണത്തിലേക്ക് അടുത്തുകൊണ്ടിരിക്കുന്ന ഡീഹൈഡ്രേഷൻ സംഭവിച്ച ഒരു വ്യക്തിക്ക് ഗ്ലൂക്കോസ് കൊടുക്കുന്നത് പോലെ ആ അമേരിക്കൻ ജനത ഇന്ന് ആത്മീയമായ ദാരിദ്ര്യത്തിൽ അടിപ്പെട്ടുകൊണ്ട് ആ ഗ്ലൂക്കോസിന് വേണ്ടി, ആത്മീയതയ്ക്ക് വേണ്ടി ദാഹിച്ചുകൊണ്ടിരിക്കുകയാണ്. മരുഭൂമിയിൽ വെള്ളമില്ലാതെ മരണത്തിലേക്ക് കൂപ്പ് കുത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സഹോദരന് ഒരു ഗ്ലാസ് വെള്ളം കൊടുത്താൽ എത്ര ആവേശത്തോടുകൂടി അവൻ അത് വാങ്ങിക്കഴിക്കുമോ അത്രയും ആവേശത്തോടുകൂടി ഈ ആത്മീയതയെ പുലരുന്നതിന് വേണ്ടി ഈ പാശ്ചാത്യ ലോകം ഇന്ന് കാത്തുകൊണ്ടിരിക്കുന്നു. 70കളിൽ തുടങ്ങുകയും 80-90കളിൽ ശക്തിപ്പെടുകയും ഇപ്പോൾ അതാ ഈ ആത്മീയതയിലേക്കുള്ള പ്രവാഹം അവിടെ അതിതീവ്രമായ രീതിയിൽ വന്നുകൊണ്ടിരിക്കുന്നു. പക്ഷെ അപകടം എന്താണെന്നറിയോ? അവർക്ക് എന്തെങ്കിലും ഒരു ശക്തിയിൽ വിശ്വസിച്ചേ പറ്റൂ. അവർക്ക് ആരാധിക്കണം, പക്ഷെ ആരാധിക്കണമെന്നറിയില്ല. അവർക്ക് പ്രാർത്ഥിക്കണം, ആരോട് പ്രാർത്ഥിക്കണമെന്നറിയില്ല. അവർക്ക് അനുഷ്ഠാനങ്ങൾ വേണം, എന്തനുഷ്ഠിക്കണമെന്നറിയില്ല. അവർക്ക് ആചാരങ്ങൾ വേണം, പക്ഷെ എങ്ങനെ ആചരിക്കണമെന്നറിയില്ല. അവർക്ക് എന്തെങ്കിലും കിട്ടിയേ പറ്റൂ എന്നൊരവസ്ഥയിലേക്ക് പാശ്ചാത്യ ലോകം ഇന്ന് എത്തിയിട്ടുണ്ട്. പഠിക്കുന്നവരാണല്ലോ നിങ്ങൾ, സൈറ്റുകൾ സെർച്ച് ചെയ്യാൻ പറ്റുന്നവരാണല്ലോ നിങ്ങൾ അന്വേഷിക്കണം ആ കാര്യം. ഇവിടെ 2 വഴിക്കാണ് ആളുകൾ തിരിഞ്ഞു പോകുന്നത് ഈ സമാധാനത്തിന് വേണ്ടി. ഒന്ന് ആൾ ദൈവങ്ങളുടെ പിന്നാലെ, അവിടെയും ആൾ ദൈവങ്ങളുടെ പിന്നാലെ. നമ്മുടെ കേരളത്തിൽ നമുക്ക് കാണാൻ പറ്റും എത്ര വിവരവും വിദ്യാഭ്യാസവും ഉണ്ട് എന്ന് പറയുന്ന ആളുകൾ പോലും ഈ ആൾ ദൈവങ്ങളുടെയും ഈ അന്ധവിശ്വാസത്തിന്റെയും പിറകെയാണെന്ന് നമുക്കറിയാം. ചന്ദ്രനിലേക്ക് ചന്ദ്രയാൻ അയച്ചു എന്നതാണ് ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഈ അടുത്ത കാലത്തെ ഒരു വലിയ കണ്ടുപിടുത്തം, അല്ലേ? പക്ഷെ ആ ചന്ദ്രയാൻ വിക്ഷേപിക്കുമ്പോൾ പോലും അതിന്റെ സമയം നിർണയിച്ചതാരാ? അതിന്റെ സമയം നിർണയിക്കാൻ വേണ്ടി ഉപയോഗിച്ചത് കണക്കന്മാരെയാണ്, ജ്യോതിഷികളെയാണ്. ആ ജ്യോതിഷികളെ ഉപയോഗിച്ചുകൊണ്ട് ഗോളശാസ്ത്രത്തിന്റെ അനന്തമായ സാധ്യതകളെ കുറിച്ച് പഠിച്ച ആളുകൾക്ക് പോലും ഇതിന്റെ സമയം നിശ്ചയിക്കാൻ ഈ കപടന്മാരെ ജ്യോതിഷികളെ കൊണ്ടുവരേണ്ടി വന്നു എന്ന് പറഞ്ഞപ്പോ യഥാർത്ഥത്തിൽ അവരെ ബുദ്ധി പ്രവർത്തിച്ചോ? ഇല്ല. പോയിക്കൊണ്ടിരിക്കുന്നത് ഈ അന്ധവിശ്വാസത്തിലേക്ക് തന്നെ. എത്ര ശാസ്ത്രം പുരോഗമിച്ചാലും ഇതിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഹൈക്കോടതിക്ക് റൂമിന് നമ്പർ ഇടാൻ വേണ്ടി നോക്കുമ്പോൾ 13ാമത്തെ നമ്പർ കാണാനില്ല. എന്താ കാരണം? അത് അശുഭ അക്കമാണ്. ആര് പറഞ്ഞു? ജ്യോത്സ്യന്മാര് പറഞ്ഞു. ന്യായാധിപന്മാർക്ക് പോലും അതിൽ വിശ്വാസം, അല്ലേ? 26 എന്ന് പറയുന്നത് ഒരു അശുഭ അക്കമാണ്. എന്താ കാരണം? 26-നാണ് സുനാമി ഉണ്ടായത്. ഒരു 26-നാണ് ഗുജറാത്ത് കലാപം ഉണ്ടായത്. ഒരു 26-നാണ് ഗുജറാത്തിലെ വെള്ളപ്പൊക്കം ഉണ്ടായത്. ഒരു 26-നാണ് ഈ അടുത്തു നടന്ന ഓരോ വലിയ മഹാമാരികൾ ഉണ്ടായത്. അതുകൊണ്ട് 26 എന്ന അക്കം ഇന്ത്യക്ക് അശുഭമാണ് എന്നാണ് വിധി. തമിഴ്നാട്ടിൽ ഒരു പാലത്തിൽ നിന്ന് ആളുകൾ ചാടി ആത്മഹത്യ ചെയ്തു. 300ഓളം ആളുകൾ ഉദ്ഘാടനം ചെയ്ത് 4 മാസം കഴിഞ്ഞപ്പോഴേക്ക്. അപ്പൊ എന്താ പരിഹാരം? നിയമസഭ തീരുമാനിക്കണം എന്തെന്നറിയാം. ഇതിന് പരിഹാരമായിട്ട് പാലത്തിനെ ഒന്ന് പൂജിക്കണം. ആ ആത്മഹത്യ എന്തുകൊണ്ട് എന്തുകൊണ്ട് ആ പുഴയിലേക്ക് ചാടുന്നു, എന്താണ് ഈ മനുഷ്യന്മാരെ പ്രശ്നം എന്ന് പഠിക്കുന്നതിന് പകരം ആ പാലത്തിന് പൂജ നടത്തണമെന്നാണ് ഒരു നിയമസഭ തീരുമാനിക്കുന്നത്. എവിടെയാണ് ആളുകളുള്ളത്? അത് ആത്മീയത വേണം ആളുകൾക്ക്, പക്ഷെ അത് ആൾ ദൈവങ്ങളിലേക്കും അന്ധവിശ്വാസങ്ങളിലേക്കും പരക്കുകയാണ്. ഒരു വഴി. 2ാമത്തെ വഴിയോ ആത്മഹത്യ, വേഗം മരിക്കുക. അമേരിക്കയിൽ ബാങ്കുകൾ തകർന്നപ്പോൾ ഒരു ഉന്നത ഉദ്യോഗസ്ഥൻ പറഞ്ഞത് എന്താ? ഒരു കത്തെഴുതി വെച്ചു, ചാനലുകാർക്ക് ഒരു കത്ത് കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, ഞാൻ എൻ്റെ കുടുംബത്തെ കൊല്ലാൻ പോവുകയാണ്. എന്നിട്ട് അദ്ദേഹം റിവോൾവർ ഉപയോഗിച്ചുകൊണ്ട് 5 മക്കളെ വെടിവെച്ചു കൊന്നു, ഭാര്യയെ വെടിവെച്ചു കൊന്നു. എന്നിട്ട് സ്വന്തം മരിച്ചു. അദ്ദേഹം സ്വന്തം ആത്മഹത്യ ചെയ്തു. അതായത് ആളുകൾ വേഗം മരണത്തിലേക്കാണ് പാഞ്ഞുകൊണ്ടിരിക്കുന്നത്. കേരളത്തിൽ, ഇന്ത്യയിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്ന സംസ്ഥാനം 2 കാര്യത്തിലാണ് കേരളം മുന്നിൽ നിൽക്കുന്നത്. ഒന്ന് സാക്ഷരതയുടെ കാര്യത്തിലാണ്, മറ്റൊന്ന് ആത്മഹത്യയുടെ കാര്യത്തിലാണ്, അല്ലേ? ആത്മഹത്യയുടെ വിഷയത്തിൽ കേരളം മുന്നിൽ നിൽക്കുന്നു. ഇന്ത്യ രാജ്യത്ത് നടക്കുന്ന മൊത്തം ആത്മഹത്യയുടെ 45% നടക്കുന്നത് കേരളത്തിലാണെന്നാണ് പുതിയ കണക്ക്. ഈ ആത്മഹത്യയെ പറ്റി പഠിച്ച ഒരാളുണ്ട്, നിങ്ങൾക്കത് ഒരുപക്ഷെ അറിയാം. ആ പഠിച്ച ആൾ ഒരു മുസ്ലിം അല്ല. ആ പഠിച്ച ആള് ഒരു അമുസ്ലിം സഹോദരനാണ്. സിബി മാത്യു എന്ന് പറയുന്ന ഒരു IPS ഉദ്യോഗസ്ഥൻ. അദ്ദേഹം വിശദമായ ഒരു പഠനം നടത്തി. എന്തുകൊണ്ട് കേരളത്തിൽ ആത്മഹത്യ പെരുകുന്നു? ആത്മഹത്യ പെരുകുന്നതിന്റെ കാരണം കണ്ടെത്തി അദ്ദേഹം ഒരു ഡോക്ടറേറ്റ് ലഭിച്ചു.
അത് അവതരിപ്പിച്ചു. അതൊരു പുസ്തകമായി അടുത്ത് കടന്നു വന്നിരുന്നു. ആ പുസ്തകത്തിൽ അദ്ദേഹം പറയുന്നത് എന്താണെന്നറിയോ? ഏറ്റവും കൂടുതൽ ആത്മഹത്യ നടക്കുന്നത്, കേരളത്തിൽ ഏറ്റവും കൂടുതൽ ആത്മഹത്യ നടക്കുന്നത് തിരുവനന്തപുരം ജില്ലയിലും അതുപോലെ തന്നെ ഇടുക്കി പോലെയുള്ള ജില്ലകളിലുമാണ്. ഏറ്റവും കുറവ് ആത്മഹത്യ നടക്കുന്നത് മലപ്പുറം ജില്ലയിലാണ്. പ്രൊഫഷണൽ സ്ഥാപനങ്ങളിൽ നിന്ന് കടന്നു വന്ന, പഠിക്കാൻ വേണ്ടി കടന്നു വന്ന ഓരോ വിദ്യാർത്ഥിയും വളരെ ഗൗരവത്തോടു കൂടി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണിത്. ഒരു ക്രിസ്ത്യാനിയായ ഒരു അന്വേഷണ ഉദ്യോഗസ്ഥന്റെ വെളിപ്പെടുത്തലുകളാണിത്. ഏറ്റവും കൂടുതൽ ആത്മഹത്യ നടക്കുന്നത് തിരുവനന്തപുരം പോലെ ഇടുക്കി പോലെയുള്ള ജില്ലകളിലാണെങ്കിൽ കേരളത്തിൽ ഏറ്റവും കുറവ് ആത്മഹത്യ നടക്കുന്നത് മലപ്പുറം ജില്ലയിലാണ്. അദ്ദേഹം നിർത്തിയില്ല. എന്തുകൊണ്ട് മലപ്പുറം ജില്ലയിൽ ആത്മഹത്യ കുറയുന്നു? അദ്ദേഹം പറഞ്ഞു, മലപ്പുറം ജില്ലയിൽ ആത്മഹത്യ കുറയാനുള്ള ഏക കാരണം 65 മുതൽ 70% വരെ അവിടെ ജീവിച്ചു കൊണ്ടിരിക്കുന്നത് മുസ്ലിം മതവിശ്വാസികളാണ്. ഇസ്ലാമിക മതവിശ്വാസം എന്ന് പറയുന്നത്, ദൈവവിശ്വാസം എന്ന് പറയുന്നത് അവർക്ക് സമാധാനം കൊടുക്കുന്നു. അവർ പരലോകത്തിൽ വിശ്വസിക്കുന്നത് കൊണ്ട് അവർക്ക് ശാന്തി ലഭിക്കുന്നു. അതുകൊണ്ട് എന്ത് പ്രശ്നത്തിന്റെ മുമ്പിലും ഏത് പ്രയാസത്തിന്റെ മുമ്പിലും അവർക്ക് കരുത്തോടുകൂടി ഉറച്ചു നിൽക്കാൻ ആ വിശ്വാസം അവർക്ക് കൈമുതലാകുന്നു.